ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഓവർവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 11,908 95 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ്ഡ് അറ്റ് 40,616 ആൻഡ് 355 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 25,771 88 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി ഓവർവ്യൂ. നിഫ്റ്റി പ്രീവിയസ് ക്ലോസിംഗ് വാസ് 11,830. ഇന്നത്തെ ഓപ്പണിംഗ് 11,783. ഒരു മൈൽഡ് ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് 11,929 വരെ ആൻഡ് ഡേ ലോ വാസ് 11,756. നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഹൈലി വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. ബട്ട് ലാസ്റ്റ് എന്താ പറയുക, ഒരു കപ്പിൾ ഓഫ് അവേഴ്സിൽ നിഫ്റ്റി അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രോങ് മോഡിലേക്ക് തിരിഞ്ഞ് 95 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 11,908 ക്ലോസ് ചെയ്തു. ലാസ്റ്റ് മൊമെൻറ്റ്സിൽ നിഫ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്തത് ഐ ടിയും ഫാർമ സെക്ടറും തന്നെയായിരുന്നു. ആൻഡ് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 12,000 ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. അത് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് നിഫ്റ്റി ബാഡ്ലി നീഡ് ഒരു ഫ്രഷ് ബ്രേക്കൗട്ട് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 12,000. സോ അത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു 12,200 ദെൻ ഒരു പഴയൊരു റീടെസ്റ്റിനുള്ള വഴിയും ഒരുക്കാനുള്ള സാധ്യതയുള്ളൂ. അതായത് 12,430. ആൻഡ് സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ഈസ് 11,840 ആൻഡ് സെക്കൻഡ് ഈസ് 11,800. അതേസമയം നിഫ്റ്റി 11,750 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിരിക്കണം. അതർവൈസ് അത് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ അടുത്തൊരു സോൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 11,550 ആണ്. ആൻഡ് ഇന്ത്യ വിക്സ് ഇന്ന് ഫെൽ ഫർദർ ഡൗൺ ബൈ 4.29%. അതായത് 24.24 നിന്ന് 23.20 വന്ന് നിൽക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു കൂൾ ഡൗൺ മോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇന്ത്യ വിക്സ്. ആൻഡ് ഓപ്ഷൻ ചെയ്യാൻ സെക്ഷൻ നോക്കുമ്പോൾ മാക്സിമം പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത് 11,000 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 11,500. അതേസമയം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ക്യാൻ സീൻ 12,000 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 12,500 ആൻഡ് മാർജിനൽ കോൾ റൈറ്റിംഗ് അത് കാണാൻ 12,000 ഏറ്റവും കൂടുതൽ ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 12,500. അഗെയിൻ പുട്ടിൻ്റെ റൈറ്റിംഗ് നടന്നിട്ടുള്ള 11,900 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 11,600. അപ്പോൾ ഈ ഒരു റേഞ്ച്, ട്രേഡിംഗ് റേഞ്ച് ഓപ്ഷൻ ഡാറ്റ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 11,600 to 12,100 ലെവലാണ് അടുത്തൊരു 1-2 സെഷൻ നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ചായിട്ട് കണക്കാക്കാവുന്നത്. ബട്ട് നാളത്തെ ഗ്യാപ്പ് അപ്പ് എങ്ങനെ ഉണ്ടാവും അതനുസരിച്ചിട്ടിരിക്കും ഇതെല്ലാം. ഓക്കെ, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ക്ലോസ് 12,200 നാളെ തന്നെ. സോ ഇതിനൊന്നും ഈ ഒരു പറഞ്ഞതിനൊന്നും അപ്പോൾ ഒരു പ്രസക്തി ഉണ്ടാവില്ല. ബട്ട് ഇത് ഓപ്ഷൻ ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ട്രേഡിംഗ് റേഞ്ചാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു നെഗറ്റീവ് മോഡലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് ഇസ് 25,539. ബട്ട് അത് സർപ്പാസ്ഡ് ചെയ്തു. ഇപ്പോൾ ഇന്നലത്തെ ഒരു ഹൈ, ഇന്നലത്തെ ഡേയുടെ ഒരു ഹൈ സർപ്പാസ് ചെയ്തിട്ട് 25,891 വരെ ഹിറ്റ് ചെയ്തു. ആൻഡ് അറ്റ് ദ സെയിം ടൈം തന്നെ അവിടെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് എന്താ പറയുക, ഇറ്റ് ക്ലോസ്ഡ് ഓൺലി ജസ്റ്റ് 88 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്, ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,771. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ചെയ്തിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 26,000 സെക്കൻഡ് ഈസ് 26,250 ആൻഡ് ബാങ്ക് നിഫ്റ്റി ഷുഡ് ഹോൾഡ് അബൌട്ട് 25,500. എന്നാൽ മാത്രമേ അപ്പ് മൂവ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടുകയുള്ളൂ. ആൻഡ് സപ്പോർട്ട് ലെവൽ ഈസ് ഫസ്റ്റ് സപ്പോർട്ട് 25,200 ആൻഡ് സെക്കൻഡ് ഈസ് 25,000 ലെവൽ. ഇന്നത്തെ പോസിറ്റീവ് സെറ്റപ്പ് ഉണ്ടായിരുന്നത് ഇൻഡസ് ബാങ്ക്, അപ്പോളോ ടയേഴ്സ്, ഡിവിസ് ലാബ്, സിപ്ല, ഹാവൽസ്, വോൾട്ടാസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, സീമെൻസ്, MRF, TVS മോട്ടോർ, ബജാജ് ഫിനാൻസ് ആൻഡ് അംബുജ സിമെൻറ്റ്സ്. അതേസമയം വീക്ക്നെസ് കാണാൻ സാധിച്ചത് UPL, ഭാരതി എയർടെൽ, PNB, ഗെയിൽ എക്സെട്ര.
എഫ് ഐസ് ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ എഫ് ഐസിൻ്റെ ബൈ വാല്യൂ 6302, സെൽ വാല്യൂസ് 6156, നെറ്റ് വാല്യൂസ് 146. അതായത് ഓൺലി 146.22ൻ്റെ ബൈയിങ് ആണ് ഇന്ന് എഫ് ഐ എസ് നടത്തിയിട്ടുള്ളത്. ആൻഡ് ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ബൈ വാല്യൂസ് 4428, സെൽ വാല്യൂസ് 4437, നെറ്റ് വാല്യൂസ് -8.13, അതായത് -8.13യുടെ സെൽ ഓഫാണ് ഇന്ന് ഡി എസ് നടത്തിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകൾ. ഫസ്റ്റ് വൺ ഈസ് അംബുജ. Trigger price is 265 and first target is 268, second will be 272. Same stock short ചെയ്യാൻ പറ്റിയത് 261 trigger price, first target is 59, second is 256. Next is ICIC Bank. Trigger price is 441, first target is 445, second is 448. അതേസമയം സെല്ല് ചെയ്യാം 433 ഷോർട്ട് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഈസ് 429, സെക്കൻഡ് ഈസ് 426. അടുത്തത് ഇൻഡെക്സിന് നിഫ്റ്റി നിങ്ങൾക്ക് 11,950 ബൈ ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് 12,000, സെക്കൻഡ് വിൽ ബി 12,060. സെയിം ടൈം ഷോർട്ടിന് 11,850 താഴെ പോകാൻ ഷോർട്ട് എടുക്കാം. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് 11,800, സെക്കൻഡ് വിൽ ബി 11,760. ഫ്രണ്ട്സിന് ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ തരാം. അതിന് ട്രിഗറോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഇല്ല. ബിക്കോസ് മാർക്കറ്റ് വുഡ് ബി ഹൈലി വാലറ്റൈൽ ടുമാറോ. നിങ്ങൾക്കറിയാം നാളെ എക്സ്പയറി ആണ്. ആൻഡ് US എലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ US മാർക്കറ്റ് നോക്കുമ്പോൾ ആൻഡ് നമ്മുടെ SGX നിഫ്റ്റി നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഫ്ലൈങ്, നല്ല ഒരു ഹൈ ഫ്ലൈ ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഗെയിനോട് കൂടിയിട്ടാണ് ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാളെ കാലത്തേക്ക് എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റോക്ക് പറയാം. ഒന്നാമത് മാരിക്കോ, നെക്സ്റ്റ് ഈസ് ഭാരതി എയർടെൽ, സുപ്രീം ഇൻഡസ്ട്രീസ് ആൻഡ് റിലയൻസ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആൻഡ് നാളത്തെ ട്രേഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പയറി ആൻഡ് ലോട്ട് ഓഫ് അൺസർട്ടനിറ്റീസ്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ മാത്രമാണ്. ഐ ക്യാൻ ബി റോങ്, സോ ഡോണ്ട് ഫോളോ മീ ബ്ലൈൻഡ്ലി. പ്ലീസ് ഡു യുവർ ഓൺ അനാലിസിസ് ആൻഡ് ട്രേഡ്. അതർവൈസ് ഒരു പേഴ്സണൽ കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അത്രമാത്രം ഫ്രണ്ട്സ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. വളരെ കുറച്ച് പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ്, നിങ്ങൾ മറന്നു പോയിരിക്കും ഒരുപക്ഷെ. അപ്പോൾ മറക്കണേക്കാട്ടും, അതായത് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. Please do subscribe my channel. Hit the like button. Share it. Money എന്തായാലും അടിച്ചോളൂ. Happy trading. Take care. Good night.